ഉമ്മ, ഉപ്പ എവിടെ? ആ മോളെ, ഉപ്പ എഴുന്നേറ്റിട്ടില്ല, കിടന്നുറങ്ങാണ്. അതെന്തെന്ന് പതിവില്ലാത്തൊരുറക്കം? അറിയില്ല മോളെ, കുറച്ച് ദിവസമായിട്ട് ഉപ്പാക്ക് തീരെ ഉറക്കല്ല, എന്താ അറിയില്ല. അപ്പം ഞാൻ എന്തു വിചാരിച്ചു, ഇപ്പോൾ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു ഉപ്പാനെ വിളിക്കാൻ പോയില്ല. ഞാനുമ്മ, അല്ലേലും ഇപ്പം ഞാൻ എന്നും കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കില്ലേ, പേപ്പറും ഒരു കണ്ണടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയമല്ലേ. അപ്പം ഞാൻ ഉപ്പാനെ കാണാണ്ടായപ്പോൾ ചോദിച്ചതാ ഉമ്മ. എന്നാൽ ശരി ഉമ്മ, എനിക്ക് ടൈം ആവാറായി, ഞാൻ ഉപ്പാനോട് പറഞ്ഞിട്ട് അങ്ങനെ പോവാ. ശരി മോളെ. ഉപ്പ, ഉപ്പ, ഈ ഉപ്പ എന്താ മിണ്ടാതെ കിടക്കണ്? ഇപ്പം എണീക്കിപ്പോൾ, സമയം എത്ര അയച്ചിട്ടാ? കോളേജിലേക്ക് പോകാൻ നേരായി. എണീക്കേ ഉപ്പ. ഉമ്മ, ഉമ്മ, ഉപ്പ, ഉപ്പ കളിപ്പിക്കല്ലേ കേട്ടോ. എണീക്ക്, എണീക്ക് ഉപ്പ. ഉമ്മ ഒന്ന് ഓടി വരി. ഉപ്പ, ഉപ്പ, എണീക്ക്. എന്തെങ്കിലും എണീക്കാത്ത്? വെറുതെ ഇങ്ങനെ പറ്റിക്കണേ. ഇതൊക്കെ കോളേജിൽ പോകാൻ നേരം വൈകിട്ടാ. നിങ്ങൾ എണീക്ക് ഇവിടുന്ന്. കുറച്ചോനെ, എൻ്റെ ഉപ്പാക്ക് എന്തോ പറ്റി, കൈയൊക്കെ ആകെ തണുത്ത് വരുന്നിക്കണല്ലോ. ഉപ്പ, ഉപ്പ, ഉപ്പ എണീക്കുപ്പാ. ഉപ്പ, എണീക്കിപ്പ. ഉമ്മ, ഉമ്മ, ഉമ്മ ഒന്ന് വേഗം വരി ഉമ്മ. മോളെ ഇതാ വരുന്നു. എന്താ മോളെ? ഉമ്മ ഇപ്പം വിളിച്ചിട്ട് നീക്കണില്ല. ഉമ്മ, നിങ്ങൾ ആമിൻ താത്താനൊന്ന് വിളിക്ക്. ഇപ്പം വിളിച്ചിട്ട് നീക്കണില്ലമ്മ. മോള് കരയണ്ടമ്മ, നമ്മുടെ ഉപ്പാക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. മോള് കരയണ്ട. ഉമ്മ ഇപ്പം വരാട്ട. ആമിൻ താത്താനെ വിളിച്ചിട്ട് ഇപ്പം വരാ. ആമിൻ താത്ത, ആമിൻ താത്ത, ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരി. മൂപ്പരെന്ത് വിളിച്ചിട്ട് മിണ്ടണില്ല. അതെന്താ ഇപ്പോൾ പറ്റിയേ? ഞാൻ അതാ വരുന്നേ. നീ വാല നടക്കട്ടെ കേട്ടോ, അപ്പം വരാ. ഉപ്പ എണീക്കിപ്പ. എന്താ പറ്റിയത്? ഹൈദരേ എണീക്കടാ. എന്താ എനിക്ക് പറ്റി? ഞാനാടാ ആമിനോടാ, നീക്കടാ, നീക്ക്. ആമിൻ താത്ത, എൻ്റെ ഉപ്പ വിളിച്ചിട്ട് മുന്നില്ല. ആമിൻ താത്ത, ഒന്ന് വിളിച്ചു നോക്കി. കുറേ നേരമായി ഞാൻ ഇപ്പോൾ വിളിക്കണം, വിളി കേൾക്കണില്ല. അല്ലെങ്കിൽ എൻ്റെ ഉപ്പാട് പേപ്പർ വായിച്ചിരിക്കണ നേരെ ഇരിക്കാം. വിളിച്ചിട്ട് എണീക്കണില്ലാന്ന്. ഉമ്മ, എന്താ ഉപ്പ എണീക്കാത്ത? ഒന്ന് വിളിച്ചു നോക്കി. എണീക്കുപ്പാ. ഉപ്പ എണീക്ക്. സുലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അള്ളാൻ്റെ അടുത്തേക്ക് പോയി. വേണ്ടവരെ കുറിച്ച് അറിയിച്ചറിയോ? അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ, പറ്റില്ല. എനിക്ക് എൻ്റെ ഉപ്പാനെ വേണം, ഞങ്ങൾക്കാരുമില്ല. എനിക്ക് എൻ്റെ ഉപ്പാനെ വേണം. എനിക്കിപ്പ
ഇപ്പൊ പോയത് കാര്യമില്ലപ്പാ. ഞങ്ങളാരുമില്ലാത്തൊരാക്കല്ലപ്പാ. എനിക്ക് ഉമ്മച്ചി മോളെ കരയണ്ടടി, നമ്മുടെ ഇപ്പൊ പോയടി. ഇപ്പ എഴുന്നേറ്റി ഇതാരൊക്കെ വന്നിട്ട് നോക്ക്, കളിക്കല്ലേ നിങ്ങൾ കേട്ടാ. നോക്കി മോൾക്ക് സങ്കടാവേ. എനിക്കിപ്പാ എനിക്ക് എനിക്കിപ്പാ എൻ്റെ ഉമ്മച്ചിനെ ഒറ്റക്കാക്കിയിട്ട് പോകല്ലേപ്പാ. ഒരു നിമിഷം മതി. ഇന്ന് കണ്ടവരൊന്നും നമുക്ക് നാളെ കാണാൻ പറ്റില്ല. കൂടെയുള്ള കാലം ഇണങ്ങിയും പിണങ്ങിയും കാലത്ര കഴിച്ചു കൂട്ടിയിട്ട് ശ്വാസം തലച്ചു പോവും. അതോടുകൂടി കഴിഞ്ഞു. സുഹൃത്തുക്കളെ, മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീരുന്ന അത്രയേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരും നമ്മൾ മാറ്റി നിർത്തിയവരുമായിരിക്കാം പലരെയും പല സാഹചര്യങ്ങളതുകൊണ്ട്. പക്ഷേ ജീവൻ്റെ തുടിപ്പ് നിലച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ആലോചിച്ച് ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും. ആ ഒരു ജീവനില്ലാതായി കഴിഞ്ഞാൽ നമുക്കവരെത്ര പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മളെ ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടിയും കൊണ്ടേയിരിക്കും. ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ നേരിട്ടും അല്ലാതെയും എല്ലാം അനുഭവത്തിലൂടെയും അതല്ലാതെയും നിങ്ങളെല്ലാം കടന്നു പോയിട്ടുണ്ടാവും. ഇത്തരൊരു സാഹചര്യത്തെ അതിജീവിക്കാൻ നമുക്കെല്ലാവർക്കും ദൈവം കരുത്ത് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.